വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള ബന്ധം, അതുപോലെ കപ്പാസിറ്റൻസും വോൾട്ടേജ്, അതുപോലെ തന്നെ ചാർജ് എന്നിവ തമ്മിലുള്ള ബന്ധം, അതൊക്കെ ഒന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ച് തുടങ്ങാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ചാർജുകളുണ്ട് ഇല്ലേ, ഇലക്ട്രിക് ചാർജുകൾ എന്താ അറിയാം, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജൊക്കെ ഉണ്ടായിരിക്കും. ഒരേപോലത്തെ ചാർജുകൾ തമ്മിൽ വന്നാൽ റിപ്പൽ ചെയ്യുന്നു, അത് വികർഷിക്കുമെന്നും, വിപരീത ചാർജുകൾ വന്നാൽ അട്രാക്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ആ അട്രാക്ഷൻ ഒരു ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ റിപ്പൾഷനും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഒരേതാണ്ട് റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. വിപരീതമാണെങ്കിൽ അട്രാക്ട് ചെയ്യും. എന്തായാലും ഒരു അട്രാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പരസ്പരം അടുക്കും എന്ന് വെച്ചാൽ എന്തർത്ഥം, ചലിക്കാൻ തുടങ്ങും എന്ന് വെച്ചാൽ പരസ്പരം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്നർത്ഥം. ആ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആ ഫോഴ്സിന്റെ ഒരു നിയമം എന്താ വെച്ചാൽ അവരത് പരീക്ഷണം നടത്തിയപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാകുന്നപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്യൂ ചാർജ് വെച്ചു, ഇവിടെ വെച്ചു. ഇവിടെ ക്യൂ ചാർജ് വെച്ചു, ഇവിടെ ഒരു ക്യൂ ചാർജ് വെച്ചു ശരിക്കും. ക്യൂ ഇത് 1ഉം 2ഉം കൊടുക്കുക തിരിച്ചറിയാനായിട്ട്. 2 ചാർജുകൾ ഇവിടെ വെച്ചു, ഇവിടെ ചാർജുകൾ വെച്ചു. അതിന് പോസിറ്റീവ് കൊടുക്കുവാണെങ്കിൽ കൊടുക്കാം. അപ്പൊ അട്രാക്ഷൻ ഇതുണ്ടായിരിക്കും. ഇവ തമ്മിൽ ഒരു എന്തുണ്ടായിരിക്കും, റിപ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്ചേഞ്ച് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. തൽക്കാലം നമുക്കൊരു പോസിറ്റീവ് ചാർജ് വയ്ക്കും, 2 പോസിറ്റീവ് ചാർജ് വെച്ചും വിചാരിക്കുക. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുക. എന്തായാലും ആ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാനായിട്ട് ഇവ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡിസ്റ്റൻസ് d ആഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഇതാണ്, ഇവ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അറിയാം, F/2. ഈ ഫോഴ്സ് എന്തിന് അനുപാതമായിരിക്കും, ഇതിവിടെ ഗുണനബലത്തിന് അനുപാതികമായിരിക്കും. Q1 Q2ന്റെ ഗുണനത്തിന് അനുപാതമായിരിക്കും. ഈ ചാർജ് എന്തെങ്കിലും ഡിസ്റ്റൻസ് വെച്ച് വയ്ക്കുമ്പോൾ അതിന് വിപരീത അനുപാതത്തിലായിരിക്കും. വിപരീതം എന്ന് വെച്ചാൽ ഇതിന്റെ വർഗത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ വിപരീത അനുപാതം നൽകിയാൽ വ്യുൽക്രമത്തിന്റെ നേരാനുപാതത്തിലായിരിക്കും അർത്ഥം. വിപരീത അനുപാതം വെച്ചാൽ ഇങ്ങനെ ഇടണം. അപ്പൊ ഈ ഫോഴ്സ് എന്നുള്ളത് ഡിസ്റ്റൻസിന്റെ അതായത് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ സ്ക്വയറിന്റെ, ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇത് അതിന്റെ ഇൻവേഴ്സിന് തുല്യമായിരിക്കുന്നു കണ്ടു. പരീക്ഷ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായതാണ്. അതിന് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് F proportional to M, F proportional to A ആണെങ്കിൽ F proportional to MA എന്ന് പഠിച്ചു ഇല്ലേ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 into 1 അല്ലേ, അതുപോലെ എഴുതി കൂടെ, MA പോലെ എഴുതി കൂടെ. ഇത് ഇതിനനുപാതികമാണ്, ഇത് ഇതിനനുപാതികമെങ്കിൽ ഇവന്റെ ബലം ഇവയുടെ ഗുണനബലത്തിന് ആയിരിക്കും. നമ്മൾ പഠിച്ചൊക്കെ കാണിച്ചെന്നാണ് അന്നൊക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു Q1 Q2 d² അല്ലേ. അല്ല d എന്ന് വെച്ചാൽ r² ചില ഡിസ്റ്റൻസിന് r കൊണ്ടാണെങ്കിൽ r² കൊടുക്കും. മനസ്സിലായേ, ഈ ഡിസ്റ്റൻസ് ആണ് ആ സാധനം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന് ഈ കോൺസ്റ്റന്റ് പറഞ്ഞാൽ അറിയാം, യൂണിറ്റിന്റെ വില എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്നായിരിക്കുമ്പോഴത്തെ വിലയാണ്, റേറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇത് റേറ്റ് ആണ്,
അല്ലേ? എന്താണ് എപ്പോഴത്തെ റേറ്റ് ആണിത്? ഇത് ഫോഴ്സ് ആണ്. കെ എന്നുള്ളത് ഒരു ഫോഴ്സ് ആണ്. എപ്പോഴത്തെ ഫോഴ്സ് ആണിത്? ഇതെല്ലാം ഒന്നായിരിക്കുമ്പോഴത്തെ ഫോഴ്സ് ആണ്, അല്ലേ? അപ്പൊ റേറ്റ് എപ്പോഴും നമുക്കൊരു സാധനത്തിന്റെ റേറ്റ് പല ഘടകങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അപ്പൊ നമ്മള് ഒരു സ്ഥാപനത്തിൽ നിന്ന് മേടിക്കുന്ന സാധനം മേടിക്കുമ്പോൾ എണ്ണം അനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? വില കൂടുതൽ കൊടുക്കേണ്ടി വരും. ആ പ്രൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ നമ്പർ ഓഫ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു എൻ ആയിരിക്കും. ഇത് ഒരെണ്ണത്തിന്റെ വിലയല്ലേ? പക്ഷെ ഈ ഒരെണ്ണത്തിന്റെ വില ആണെങ്കിലും ഇതെന്തിനെ നമുക്കിത് ഒന്ന് വരുമ്പോഴത്തെ വിലയാണ് പി, അല്ലേ? പക്ഷെ ഈ വില ഏതനുസരിച്ച് മാറും. നമുക്ക് ആ വില കടക്കാരൻ നല്ല സാധനം കൊണ്ടുപോകുമ്പോൾ, അല്ല എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളാകുമ്പോൾ ഇതിന്റെ റേറ്റ് മാറുമില്ലേ? പക്ഷെ ഒരു ദിവസം മേടിക്കുന്ന ദിവസം ആ റേറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന പോലെ തന്നെയാണത്. ഈ ഒരു കോൺസ്റ്റന്റ് ഒരു ഫിഗർ ചിലപ്പം 5 ആയിരിക്കാം. ചിലപ്പം അതിലത്തെ നമ്മൾ സിറ്റുവേഷൻ മാറ്റിക്കാൻ ചിലപ്പോൾ അത് മാറാം. പക്ഷെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഫ്രിക്ഷൻ ഒരു എത്രയാണ്? ഇപ്പൊ ഇതില് നമ്മൾ ഇപ്പൊ ഒരു ഫ്രിക്ഷൻ കണ്ടുപിടിച്ചു വിചാരിക്കുക, കോൺസ്റ്റന്റ് ആണ്. അത് ഹാഫ് എന്ന് കിട്ടി വിചാരിക്കുക. അതായത് നമ്മൾ നോർമലിന്റെ പകുതി വരും. ആ ഫ്രിക്ഷൻ എന്തുണ്ടാവും? പകുതി ഉണ്ട്. പക്ഷെ ഇത് എണ്ണയൊക്കെ പറ്റിയാല ഫ്രിക്ഷൻ കുറയും, ഇല്ലേ? ആ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് അനുസരിച്ച് അർത്ഥം കോഎഫിഷ്യന്റ് മാറില്ലേ? അപ്പൊ ഇതിനെ ഇവിടുത്തെ മിനിസൊക്കെ അനുസരിച്ചിരിക്കുക ഇതിന്റെ ഫ്രിക്ഷൻ. നമ്മളൊരു ഫ്രിക്ഷൻ നമ്മൾ ഫോർമുലയ്ക്ക് വെച്ച് കണ്ടുപിടിച്ചു, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ എണ്ണയൊക്കെ പറ്റിയാൽ മിനിസ് കൂട്ടി കഴിഞ്ഞാൽ ആ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് അത് തന്നെ ആയിരിക്കും. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് വ്യത്യാസം വരും, അല്ലെ? ഫ്രിക്ഷൻ കുറയും, കോഎഫിഷ്യന്റ് അപ്പൊ കുറവ് വരും. എന്ന പോലെ സിറ്റുവേഷൻ അനുസരിച്ച് മാറും എന്ന് മാത്രം. അതെന്താ വെച്ചാല് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഏതാണോ അതൊക്കെ അനുസരിച്ച് ഈ കോൺസ്റ്റന്റ് മാറും. ഈ കോൺസ്റ്റന്റ് ചിലവർ ഇങ്ങനെ എഴുതും, അത് 2 ഘടകങ്ങളുടെ μ1 μ0 Q1 Q2 ബൈ d² എന്നും ചിലവർ എഴുതി കാണും. ഇതിന് രണ്ട് ഫിഗർ ആണത്, 2 കോൺസ്റ്റന്റുകളാണത്. ഈ 2 കോൺസ്റ്റന്റ് ഗുണിച്ചാൽ ഈ കോൺസ്റ്റന്റ് കിട്ടുന്നു. ഇതിനെ പറയും പെർമിയബിലിറ്റി എന്ന് പറയും. അതായത് ഒരു സാധനത്തിൽ കൂടെ തുളഞ്ഞു കയറാനുള്ള ഒരു കഴിവില്ലേ? ഫോഴ്സ് ഏതി കൂടിയാണ് അനുസരിച്ച് മാർക്ക് കൂടും കുറയിരിക്കും. വായു കൂടെയുള്ള ഫോഴ്സ് അല്ല ശൂന്യതയിൽ. ഇത് ശൂന്യതയിലുള്ളതും വായുവിലും തമ്മിലുള്ള ഗുണനഫലമാണത്. ഒരു ഫിഗർ 2 ഫിഗർ ഇങ്ങനെ കിട്ടും, ഇങ്ങനെയും കണ്ടുപിടിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇതിലും ഒരേ ഫോർമുലയാണ്, അല്ലേ? ഇനി നമ്മൾ വിചാരിക്കുക ഇത് കണ്ടുപിടി കഴിഞ്ഞില്ലേ, 2 മാഗ്നറ്റ് ഇവിടെ വിചാരിക്കുക. 2 മാഗ്നറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുക. മാഗ്നറ്റിന് ഏതാന്ന് ഉപയോഗിക്കുക, ഫിഗർ ഞാൻ മറന്നു. എന്തായാലും മാഗ്നറ്റിന് എം എന്ന് കൊടുക്കാൻ വിചാരിക്കുക. മാഗ്നറ്റിന് ഇതിന് ക്യൂളോമ്പ് കൊടുക്കുക, മറ്റേന് ഏതാന്ന് നമുക്ക് എം എന്ന് കൊടുക്കുക. സാധാരണ M1 M2 എന്ന് കൊടുക്കാൻ വിചാരിക്കുക. അതിന് ഇതേ ഫോർമുലയാണ്, മാഗ്നറ്റിക് ഫോഴ്സ് തന്നെയാണ്. ഇതിവിടെ ഒരു മാഗ്നറ്റ് വെച്ചു, ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചു, ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചു. ഇവ തമ്മിലുള്ള ഇതിന് M1 മാഗ്നറ്റിക് ഇതുണ്ട്, ഇത് M2 എന്ന് വിചാരിക്കുക. ഡി ഡിസ്റ്റൻസിൽ വെച്ച് വിചാരിക്കുക. ഇവ തമ്മിലുള്ള മാഗ്നറ്റിക് ഫോഴ്സും ഇതേ ഫോർമുല തന്നെയാണ്. എന്താ അത്? മാഗ്നറ്റിക് ഫോഴ്സ് ആണ് മാത്രം. M1 അതായത് K ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇതിങ്ങനെ തന്നെ കിട്ടുക. എങ്ങനെയാ വെച്ചാൽ പ്രൊപ്പോർഷണൽ ടു M1 M2 എന്ന് കണ്ടെത്തിയവര് മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിന്റെ 1/d² കണ്ടെത്തി. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് വിചാരിക്കും? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു M1 M2 ബൈ d² എന്ന് കിട്ടി. മനസ്സിലായ? ഇവിടെയും ഒരു കോൺസ്റ്റന്റ് വരും. അതെന്തായിരിക്കും? ഈ മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിന്റെ പവർ ഉണ്ടല്ലോ, അതൊക്കെ 1 വരും. ഡിസ്റ്റൻസ് 1ലും വെക്കുമ്പോൾ ഇതിന്റെ വില 1 ആയിരിക്കില്ലേ? ഇത് 1 ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സിന് തുല്യമായിരിക്കും ഇത്. അപ്പൊ മാഗ്നറ്റ് അങ്ങോട്ട് നിന്ന് ഭരിക്കില്ലേ, ഒരു ഫോഴ്സ് ഉണ്ടാക്കില്ലേ? അത് കണ്ടുപിടിക്കാൻ പോൾ സ്ട്രെങ്ത് എന്ന് പറയും. ഈ ഓരോ പോളിന്റെ പോൾ സ്ട്രെങ്ത് തമ്മിൽ ഗുണിക്കുക ബൈ എന്ത് ചെയ്യുക? അതിന്റെ
ഡിസ്റ്റൻസ് എത്ര അകലെ വെച്ചേക്കണം. അതിനനുസരിച്ച് അകലം കൂടുന്തോറും ഡി കൂടുന്തോറും എന്തുണ്ടാവും, അതിന്റെ ഇത് ഹരിക്കല്ലേ, അപ്പൊ അതിന്റെ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇവിടെ 5 ആണെങ്കിൽ 5 സ്കോറിന് ഹരിക്കേണ്ടത്, ഇത് ഇരട്ടിയാക്കിയാൽ 10 സ്കോർ കൊണ്ട് ഹരിക്കേണ്ടി വരും അല്ലേ? 10 അടിക്കണ്ട, അത് അടിച്ചൊക്കെ ഇത് വഹിക്കും. ഏത് ഇത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ, അത് വരുമ്പോ എടുക്കാം നമുക്ക്. അപ്പോ ഇതിന് ആ മാഗ്നറ്റിന്റെ ഒരു പെർമിയബിലിറ്റി ഒക്കെ ഉണ്ട്. അതിപ്പോ വായു കൂടെ, അത് വായു അല്ല വേറെ സാധനം ഇരുമ്പി കൂടി ഇങ്ങനെ കൂടുതൽ ആകർഷണം ഉണ്ടാവുക അവർക്ക്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലേ. ഇതിന്റെ ഇടയിൽ ഇവ തമ്മിലുള്ള ആകർഷണം ഇവിടെ ഇരുമ്പ് വെച്ച കൂടും, കണ്ടില്ലേ? പേപ്പർ വെച്ച് കുറയും, അതേപോലെ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കുറയും, മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ടാവുന്ന വെച്ചാല് നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ ഈ കെ ഉണ്ടല്ല, കെ മാറും. എന്തായാലും നമുക്ക് ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഒരു നമ്മളൊരു നിശ്ചിത അവസ്ഥയിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അതിന് ചില അതിൽ വെക്കുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് ഇതിന്റെ വില മാറ്റം വരുത്താന്ന് മാത്രം. എന്നാലും നമുക്ക് എന്തറിയാം, നമുക്ക് എന്തറിയാം, ഇതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ ഇതിലും നമുക്ക് ഇത് തന്നെയാണ് ഫോർമുല എന്ന് മനസ്സിലായേ? അപ്പൊ 2 ഫോർമുല, ഒരു ഫോർമുല പഠിച്ച രണ്ടും എന്ത് കിട്ടി, അതും കിട്ടി, മനസ്സിലായേ? അപ്പൊ ആ ഫോർമുലയും കിട്ടി നമുക്ക്. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സിനും കിട്ടി, ഇലക്ട്രിക് ഫോഴ്സിന് അട്രാക്ഷനും കിട്ടി. ഇനി നമുക്ക് വേറെ വസ്തുക്കള്, ഭൂഗുരുത്വ ബലം, ഇപ്പൊ സൂര്യനും ഭൂമിയും ചന്ദ്രനെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ഫലമായിട്ടാണ് വേലിയേറ്റം വേലിയിറക്കൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? ഇത് ഭൂമിക്ക് M മാസ് ഉണ്ട് വിചാരിക്കുക, ഇതിന് ചെറിയ M മാസ് ഉണ്ട് വിചാരിക്കുക. ഇവ തമ്മിൽ ഡിസ്റ്റൻസ് വിചാരിക്കുക, ഭൂമിയും ഇതും തമ്മിൽ. അപ്പൊ നമുക്ക് കണക്കാക്കി എടുക്കാം എത്ര ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്യണത്. ചന്ദ്രൻ ഈ ഫോർമുല തന്നെയാണ്. അപ്പൊ ഈ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് എത്ര വേലിയേറ്റ ഉയരത്തിൽ വെള്ളം പൊങ്ങുന്നത് കണ്ടുപിടിക്കാം നമുക്ക്. എത്ര ഡിസ്റ്റൻസ് വരുമ്പോ ഫോഴ്സ് കൂടുമ്പോ വേലിയേറ്റം ഉണ്ടാവും, അത് അകർന്ന് പോകുമ്പോ ഇങ്ങനെ കറങ്ങുമ്പോ ഇതുണ്ടല്ല. ഇപ്പൊ വെള്ളമുണ്ട്, ഇവിടെ അടുത്തെത്തുമ്പോ എന്തുണ്ടാവും, ഇവിടെ വെള്ളമുള്ള ഭാഗത്ത് ഇത് വെള്ളത്തിനോട് ഏറ്റവും അടുത്തുള്ള ഭാഗം കടലിൽ വെള്ളം ഉയരും, കടലിലെ വെള്ളം താഴേക്ക് ചെയ്യില്ലേ. ഇതാണ് വേലിയേറ്റം വേലർക്ക് അത് കാരണം ഉണ്ടാവുന്നത്. ഇവ തമ്മിൽ ആകർഷണം ഉണ്ട്, ചന്ദ്രൻ തമ്മില്. എല്ലാ വസ്തുക്കളും തമ്മിൽ ആകർഷണം ഉണ്ട്, അത് നെഗ്ലിജിബിൾ ആണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ ഈ വലിയ വസ്തുക്കളെ സംബന്ധിച്ച് വലിയ ഫോഴ്സ് ആണ് അത്. അപ്പൊ നമ്മള് കാരണം അറിയാം, നമുക്കൊരു കല്ലൊക്കെ താഴ്ത്തി വിടാൻ എന്താ കാരണം, അത് വലിയ ഫോഴ്സ് അല്ലേ അത്. അതുപോലെ ഇത് വലിപ്പം കൂടും തോറും എന്തുണ്ടാവും, ഇത് വലിവ് കൂടും. ഇതും അങ്ങനെ തന്നെയാണ്, ഫോഴ്സ് കൂടും. അപ്പൊ ഫോഴ്സ് കൂടുന്നതും അതായത് ഇങ്ങനെയല്ലേ വർക്ക്, വേറെ ഇതിലേ വരണത്. അവരിങ്ങനത്തെ ഇതിൽ കൂടിയാണ് കറങ്ങുന്നത് അല്ലേ, ഇങ്ങനത്തെ പന്താവിയുടെ കറങ്ങണത്. അപ്പൊ ചില സമയത്ത് അകലന്ന് പോവും, ചില ഭാഗത്ത് അടുത്താവും ഇല്ലേ. ഇപ്പൊ ഭൂമി സൂര്യന് ഇങ്ങോട്ടാകുമ്പോ ഗ്രാവിറ്റേഷനിൽ അടുത്ത വെള്ളത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ വെള്ളം പൊന്തുന്നത്. വലിവ് കൂടുമ്പോ വെള്ളമൊക്കെ മുകളിലേക്ക് പൊന്തിട്ട് വേലിയേറ്റം ഉണ്ടാവില്ലേ. അത് അടുത്ത് വരുമ്പോ ഫോഴ്സ് കൂടില്ലേ, വെള്ളം ഒന്നുകൂടി പൊന്തും മുകളിലേക്ക്. വേലിയേറ്റം വേലൊക്കെ അത് കാരണല്ലേ. സുനാമി ഇതായിട്ട് ബന്ധമില്ലേ. അപ്പൊ ആ ഫോഴ്സ് കണ്ട്, അതായത് ഏത് 2 വസ്തുക്കളെയും വലിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ പേന എന്താ വലിക്കണ നിലത്തി വീണത്. അതുപോലെ ഭൂമിയും ചന്ദ്രനെയും വലിക്കുന്നുണ്ട്, മനസ്സിലായേ? ചന്ദ്രൻ പറയാതെ കറങ്ങും. അപ്പൊ നമ്മള് അത് കറങ്ങല്ലേ, നമുക്ക് കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പൊ ചിരടിട്ട് പിടിച്ചപ്പോ അതിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, അടുത്ത് വരില്ലല്ലോ. ഞാൻ കാണിച്ചെന്നില്ല, ചിരട്ട് കറങ്ങുമ്പോ എന്തുണ്ടാവണ്, അപ്പൊ കറങ്ങുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ടൈറ്റായി നിൽക്കും, അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, കുഴപ്പമില്ല. അപ്പൊ പിന്നെ തെറിച്ചു പോകും. ആ നൂല് നമ്മൾ കെട്ടിയിട്ടുള്ളത്, അതായത് അവിടെ ഒരു വലിവിന്റെ ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ വലിവില്ലാതെ തന്നെ അട്രാക്ഷന്റെ ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്ഷന്റെ ഫോഴ്സ് ഇതിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇത് കറങ്ങി ഈ സാധനം
ഇതിന് സാധനം ആകർഷക്കി തമ്മില്. അപ്പൊ ഇതിങ്ങോട്ട് വലിക്കില്ലേ, പക്ഷെ ഇത് കറങ്ങല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടായിരിക്കും, സെൻട്രിഫ്യൂഗൽ ഇങ്ങോട്ടും സെൻട്രിപിറ്റൽ അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ അതിലേ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതാ. അത് നമുക്ക് അറിയില്ല. നമ്മള് ഭൂമി സ്റ്റാർട്ടിങ്ങില് കറങ്ങുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം കറങ്ങിക്കൊണ്ടേയിരിക്കുമല്ലോ ന്യൂട്ടൺസ് ലോ വെച്ചിട്ട്. അത് നിൽക്കില്ലല്ലോ, ഫ്രിക്ഷൻ ഇല്ലല്ലോ. ഭൂമിയിൽ ഫ്രിക്ഷനുള്ള കാരണമാണ് എന്തിനാ ചെയ്യുന്നത്, അത് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഫ്രിക്ഷൻ ഇല്ലാത്ത കാരണം, ശൂന്യതയിൽ ഫ്രിക്ഷൻ ഇല്ലല്ലോ. അപ്പൊ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിന്റെ എനർജിക്ക് വിട്ടുപോകും. അതന്നെ. അപ്പൊ ഇതെല്ലാം പിടിച്ച് ഭൂമിയിലൊക്കെ പിടിച്ചിട്ട് ഞാനും ഭൂമിയൊക്കെ ആകർഷണം ഉണ്ട്, അതുകൊണ്ട് ഭൂമിയിൽ ഞാൻ പിടിച്ചിട്ട്. അപ്പൊ ഇത് അകലെ ഉണ്ടെങ്കിലും ആകർഷണം ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് അടുത്ത് വരാൻ പറ്റാത്ത ഇത് കറങ്ങണ കാരണമാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വിചാരിക്കുക, എന്തായിരിക്കും ഫോഴ്സിന്റെ ഗ്രാവിറ്റേഷൻ FG എന്തായിരിക്കും വരിക? M. ഇതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റ് ഇൻറ്റു M. അല്ല, ഇവിടെ M എന്ന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ m ബൈ d² അല്ലേ. എവിടെയും K ഉണ്ട്. ഈ K കണ്ടുപിടിക്കുന്ന തത്വങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഫോഴ്സിന്റെ ഇതായി K കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ FG ഉണ്ടല്ലോ, ഈ ഫോഴ്സ് കണ്ടുപിടിക്കുക. ആ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ d² ബൈ M ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, K കണ്ടുപിടിക്കാം ഇല്ലേ. K കണ്ടുപിടിച്ചിട്ട് എപ്പോഴും ഇതിന് കോൺസ്റ്റന്റ് മാറില്ലേ, കാരണം എന്താ, ഇത് നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു അതായത് ഈ നമുക്ക് ഇതൊക്കെ ഭൂമിയുടെ മാസമൊക്കെ കണ്ടുപിടിക്കുക ഈ ഫോർമുല വെച്ചിട്ട്. നമ്മളൊരു നിശ്ചിത, അതായത് എന്താ ഫോർമുല, ഇതിന്റെ F K കിട്ടിയെന്ന് വിചാരിക്കുക. M സ്മോൾ m ഒരു വസ്തു. ഇതിപ്പോ ഭൂമി വിചാരിക്കുക, ഇത് ചന്ദ്രൻ വിചാരിക്കുക. വേറെ ഏത് വസ്തു ആയാലും ഓരോ ഗ്രഹങ്ങൾ ഏത് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മ ഒരു ഉപഗ്രഹം കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാൽ അത് തമ്മിലുള്ള ഫോഴ്സ് കണക്കാക്കാം. ഉപഗ്രഹത്തിന് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു ഉപകരണം വിട്ടിട്ട് അത് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കണില്ലേ നമ്മൾ വിട്ട ഉപഗ്രഹം. അപ്പൊ ഇവ തമ്മിൽ എത്ര ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാന്ന് ഇല്ലേ. അത് കണക്കാക്കണ എന്ത് കിട്ടിയാൽ മതി, ഈ K കിട്ടിയ പോരെ. ഈ K കിട്ടുക, പിന്നെ ഭൂമിയുടെ മാസ് കിട്ടുക, ഇത് കിട്ടുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നമ്മൾ കൊണ്ടുപോകുന്ന വസ്തുവിന്റെ മാസ് കിട്ടാം, Kയുടെ ഇത് കിട്ടാം. അപ്പൊ നമ്മള് ഒരു വസ്തുവുണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ആ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ. ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ഒരു എന്ത് ചെയ്യുക, ഇത് ഈ K കണ്ടുപിടിച്ചായിരിക്കുക. K നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു വിചാരിക്കുക, കെട്ടിയും വിചാരിക്കുക. ഇത് അതിനൊരു പരീക്ഷണം ഉണ്ട്, ആ പരീക്ഷണത്തിൽ കൂടെ K കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചു. നമ്മള് നമുക്ക് അറിയുന്നൊരു 10 kg അറിയുന്നൊരു മാസ് ഉപകരണം കൊണ്ട് അങ്ങോട്ട് വിട്ടു, ഭൂമിക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് തള്ളി വിട്ടു വിചാരിക്കുക. അപ്പൊ ഇതിന് എന്തുണ്ടായിരിക്കും, അപ്പൊ നമുക്ക് ഇത് അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആ വസ്തു അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം m മാസുള്ള സാധനം ഒരു ഭൂമിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി വിചാരിക്കുക. അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് ആ ഭൂമിയിലേക്ക് അത് നമ്മൾക്ക് അതിന്റെ ഫോഴ്സ് അളക്കാല്ല, എത്രയായിരിക്കും ഉണ്ടാവുക, m ഇൻറ്റു ഈ ഫോഴ്സിലല്ലേ വരിക. ആ ഭൂമി വലിക്കുന്ന ഫോഴ്സ് എത്രയാ,
അത് mg ഫോഴ്സിൽ വലിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? mg ഈക്വൽ എന്തായിരിക്കും? ഈ k അറിയാമെങ്കിൽ ഈ k അറിയാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാസ് കണ്ടുപിടിക്കാൻ ഭൂമിയിലെ എന്താ, അതായത് k കൊണ്ടുപിടിക്കുക, k ഇങ്ങോട്ട് കൊണ്ടുവരിക. എം ഇവിടെ ഇല്ലേ, എം അടിയിലേക്ക് വരും, d സ്ക്വയർ ഇങ്ങോട്ട് വരും. അപ്പൊ ബാക്കി ഇവിടെ ശരി അല്ല. അതാണ് ഇങ്ങനെ. അതായത് mg ഈക്വൽ നമ്മൾ വസ്തുവിനെ mg കിട്ടി വിചാരിക്കുക, ഫോഴ്സ്, ഇതിന്റെ ഫോഴ്സ് നമുക്ക് അറിയാം. അതെന്ത്, ഈ ഫോഴ്സ് ആ ഭൂമിക്ക് ആ വസ്തുവിന് കൊടുക്കാൻ എന്താ കാരണം? നമ്മൾ നിശ്ചിത ദൂരത്തിൽ കൊണ്ടുപോകുമ്പോ അതും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഫോഴ്സ് അല്ല കാരണം അതിന്. അപ്പൊ mg ഈക്വൽ എന്തായിരിക്കും? k ഇൻറ്റു m/d സ്ക്വയർ ആയിരിക്കില്ലേ അത്? ഈ ഫോർമുലയിൽ സോൾവ് ചെയ്യാൻ എം വെട്ടിപ്പോയില്ലേ, ഈ എം വെട്ടിപ്പോയില്ലേ, രണ്ടോണ്ട് ഹരിച്ച് വെട്ടിപ്പോയില്ലേ, ബാക്കി ശേഷിക്കുന്ന എന്താ? g ഈക്വൽ ടു km/d സ്ക്വയർ. അതില് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഗുണിക്കലാവില്ലേ, അപ്പൊ എന്തോ d സ്ക്വയർ g ആവില്ലേ, എം ഇങ്ങോട്ട് k ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഹരിക്കലാവില്ലേ k, അപ്പൊ സമം m കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ m കിട്ടിയ d സ്ക്വയർ ഇൻറ്റു ഡിസ്റ്റൻസിനെ സ്ക്വയറിനെ g കൊണ്ട് ഗുണിച്ച് അതിനെ k ആ കോൺസ്റ്റന്റ് ഹരിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? m കിട്ടി. m എന്താ? m എന്ന് പറയുന്നത് എന്താ വിചാരിച്ച? ഭൂമിയുടെ മാസ് അല്ലേ? അങ്ങനെയൊക്കെ മാസ് വരാം. അങ്ങനെയൊക്കെ ഭൂമിയുടെ മാസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭൂമിയുടെ മാസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു സാധനം കൊണ്ടുപോയിട്ട് അത് ഇടുമ്പോഴുള്ള ഫോഴ്സ് നമുക്ക് അറിയാം ഇല്ലേ? അപ്പോ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനെ g കൊണ്ട് ഗുണിച്ച് ആ കോൺസ്റ്റന്റ് ഹരിച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? ഭൂമിയുടെ മാസം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായ? എല്ലാത്തിന്റെയും ഒരു കുട്ടൻസ് പറഞ്ഞു തരാൻ വെച്ചിട്ട് അത് നിങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പൊ ഒരു ഐഡിയ കിട്ടാനായിട്ട്. അതുപോലെ ഒരു സാധനത്തെ തള്ളണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഇങ്ങനെ ഒരു ഇതില്ലേ ഫോഴ്സ് വേണം. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് എന്ത്? നെഗറ്റീവ് അല്ലേ? ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് എന്ത്? ഇലക്ട്രോൺസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് എന്ത്? ഈ സഞ്ചരിക്കുമ്പോ കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നതായിട്ടാണ് സങ്കല്പം. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഒഴുകുമ്പോ കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്ന സങ്കല്പം. എന്തായിക്കോട്ടെ, ഇങ്ങോട്ട് ഒഴുകിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. ഇങ്ങോട്ട് ഒഴുകിയാലും നമുക്ക് കറണ്ട് കിട്ടാൻ വെളിച്ചം കിട്ടും. അത് പറഞ്ഞാൽ നമുക്ക് ഒഴുകുന്നത് എങ്ങനെയാ നമുക്ക് കാണാനും പറ്റില്ല. കാരണം ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഒഴുകുക, അപ്പോ കറണ്ട് അങ്ങോട്ട് ഒഴുകുന്നതാണ് സങ്കല്പം. ഈ ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ പറയുന്നത് ഈ ഐ എന്താ പറയാ? ഐ കറണ്ട് ഐ സം കറണ്ടാണ്. എന്താണ്? കറണ്ട്. അപ്പൊ ഒഴുക്കിനാണ് എന്ത്? കറണ്ട് എന്ന് പറഞ്ഞത്. കറണ്ട് എന്ന് വെച്ചാൽ ഒഴുകുക എന്നർത്ഥം. അതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ഒഴുക്കുക എന്നാണ് അർത്ഥം. കറണ്ട് ഒഴുകി ഇലക്ട്രോൺസ് ഒഴുകാൻ കാരണം ഫോഴ്സ് അല്ലേ? അപ്പൊ ഇവിടുന്ന് എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ചെലുത്തിണ്ടാവും. അതായത് ഫോഴ്സ് ചെലുത്തണമെങ്കിൽ അവിടെ ഒരു ഊർജ്ജം ഉണ്ടായിരിക്കണം അല്ലേ? ആ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. അതിന് എന്നാണ് പറയാ, EMF എന്ന് പറയും. എന്താ പറയാ? EMF. അതിന് കൊണ്ട് EMF എന്ന് പറയും. EMF എന്ന് വെച്ചാൽ തള്ളിച്ച ഇലക്ട്രോൺ ഒരു തള്ളിയാലേ നീങ്ങുള്ളൂ. അപ്പൊ ഇവിടെ തള്ളിച്ചുണ്ട്, അതിനനുസരിച്ച് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ട്. മനസ്സിലായ? അതിനെ സൂചിപ്പിക്കുക വോൾട്ട് കൊണ്ട്. എന്താ പറയാ? വോൾട്ട്. ആ വോൾട്ട് കൂടുമ്പോ കറണ്ട് കൂടും. ഇതിനെ പറയാ വോൾട്ട് എന്നാണ് പറയാ അക്ഷരം. ഇത് വോൾട്ട് കൂടുമ്പോ കറണ്ട് കൂടും എന്ന് വെച്ചാൽ വോൾട്ട് ഈക്വൽ എന്താന്നർത്ഥം? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. ഈ കോൺസ്റ്റന്റ് സാധാരണ k കൊണ്ടല്ല സൂചിപ്പിക്കാറ്, r കൊണ്ടാ സൂചിപ്പിക്കുക. എന്താ സൂചിപ്പിക്കാറ്? അപ്പൊ എന്തെന്ന് എഴുതാൻ വേണമെങ്കിൽ നമുക്ക് അല്ലേ, ഈക്വൽ ടു ERI അല്ലേ? ഈക്വൽ ടു RI, ഈ കോൺസ്റ്റന്റ്. എന്താർത്ഥം? അപ്പൊ എന്താണ് ഈ 1 യൂണിറ്റ് ഒഴുകുമ്പോഴത്തെ വോൾട്ടാണ് ശരിക്കും എന്ത് അല്ലേ? അതിനൊക്കെ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഗുണിച്ചാൽ ഇത് കിട്ടുക. അപ്പൊ R കിട്ടാൻ ചെയ്യുന്നത് വീനെ തുടി ചെയ്താൽ മതി. വീന് കിട്ടാൻ ഇത് ഗുണിച്ചാൽ ഇത് കിട്ടുന്നത്. അപ്പൊ ഇതിനെ ഇതുകൊണ്ട്
ഹരിച്ചാൽ മതി. ബൈ വി വൈ ഈക്വൽ ടു ആർ. ആർ ഈക്വൽ ടു എന്താണ്? വി വോൾട്ട് ബൈ കറണ്ട്. വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഗുണിച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഇതിന് ഇവിടുത്തെ ഈ ആറ് കിട്ടും. അതിനൊരു പേരിട്ടുണ്ട് ആ സ്ഥിരസംഖ്യേനെ. അത് ശരിക്കും പറഞ്ഞാൽ 1 യൂണിറ്റ് കറണ്ട് വരുമ്പോഴത്തെ വോൾട്ടാണത്. എന്താണത്? 1 യൂണിറ്റ് വരുമ്പോ 1 യൂണിറ്റ് കറണ്ട് വരുമ്പോഴത്തെ വോൾട്ട് അല്ലേ? ഇതുകൊണ്ടല്ലേ ഹരിക്കുന്നത്. അപ്പൊ ഹരിക്കുമ്പോ എന്തായിരിക്കും? ഈ I1 വരുമ്പോഴത്തെ വോൾട്ടാണ് എന്ത്? ഈ കോൺസ്റ്റന്റ് അല്ലേ? എന്ന് വെച്ചാല് 1 യൂണിറ്റ് കറണ്ട് വരുമ്പോ എത്ര കണ്ട് വോൾട്ട്? അപ്പൊ 1 യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കാനുള്ള വോൾട്ടാണ് റെസിസ്റ്റൻസ് എന്ന് പറയാ. അതിന്റെ മനസ്സിലായ? 1 യൂണിറ്റ് വോൾട്ട് കറണ്ട് ഉണ്ടാക്കാനായിട്ട് എത്ര വോൾട്ട് വരും? മനസ്സിലായ? അപ്പൊ റെസിസ്റ്റൻസ് കിട്ടി. മനസ്സിലായ? ആ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ ആ റെസിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ ഫ്രിക്ഷനില്ലേ, എന്താ അർത്ഥം ഫ്രിക്ഷൻ ചെയ്യുന്നത്? ഒരു തടസ്സം ഉണ്ടാക്കുക അല്ലേ? ആ ഫ്രിക്ഷൻ എന്താ ശരിക്കും പറഞ്ഞാൽ? ഒരു തടസ്സം ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? ഫ്രിക്ഷൻ അല്ലേ? അതുപോലെ ഇതെന്താ ചെയ്യുക? കറണ്ടിന് ഒഴുക്കുന്ന തടസ്സം ഉണ്ടാക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫുള്ള് വോൾട്ടിനനുസരിച്ച് കറണ്ട് കിട്ടാത്ത. മനസ്സിലായ? അപ്പോൾ അതുപോലെ ഒരു തടസ്സമായിട്ട് ഇതിനെ പറയും പ്രതിരോധം എന്ന് പറയാം, റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ റെസിസ്റ്റൻസ് ആണത്. എന്താണത്? മറ്റേലത്തെ കോഎഫിഷ്യന്റ് കിട്ടുന്ന പോലെ റെസിസ്റ്റൻസിന്റെ കോഎഫിഷ്യന്റ് ആണത്. കപ്പാസിറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്താന്ന് കഴിഞ്ഞാൽ എനിക്ക് ടയേർഡായി. ഇനി എടുക്കുമ്പോ ഇപ്പൊ ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഇത്. അപ്പൊ ഞാനിത് അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കോഎഫിഷ്യന്റുകൾ കണ്ടുപിടിക്കുക, അതായത് റേറ്റുകൾ കണ്ടുപിടിക്കുക. അതാണ് ഫിസിക്സ് എന്ന് വെച്ചാൽ. ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ റേറ്റ് കണ്ടുപിടിക്കാൻ പഠിക്കലാണ് ഫിസിക്സ്.